വാർത്തയിലേക്ക് വീണ്ടും നേരത്തെ നമ്മൾ പരിശോധിച്ച കപ്പലിന് തീപിടിച്ച വാർത്തയിലേക്ക് ഒന്നുകൂടെ പോവുകയാണ്. എറണാകുളം വൈപ്പിനിലാണ് കപ്പലിന് തീപിടിച്ചത്. സ്വകാര്യ ഷിപ്പ് യാർഡിൽ അറ്റകുറ്റപ്പണിക്ക് എത്തിച്ച കപ്പലിനായിരുന്നു തീപിടിച്ചത്. തീ അണയ്ക്കാനായി കൊച്ചി പോർട്ടിൽ നിന്നും ഹൈഡ്രന്റ് എത്തിച്ചിട്ടുണ്ട്. അഗ്നിരക്ഷാസേനയുടെ 5 യൂണിറ്റും സ്ഥലത്തുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിനാണ് ചേരുന്നത്. ഷീന, തീയണയ്ക്കാനായി കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുക എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ തീ പിടിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സംഭവ സ്ഥലത്താണ് ഉള്ളത്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിവ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവ സ്ഥലത്ത് തന്നെയാണ്. നമുക്ക് പുറകിൽ കാണുന്നത് ഈ കപ്പലിനാണ്, വിശാലാക്ഷി എന്ന പേരുള്ള ഈ കപ്പലിനാണ് തീ പിടിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കൊച്ചി ഷിപ്പ്യാർഡിലെ തന്നെ ഏറ്റവും നല്ല സാങ്കേതിക വിദ്യയായിട്ടുള്ള തീ അണയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമം തീവ്രമായി തുടരുകയാണ്. ഇതിനകത്ത് ഒരു 200 ലിറ്ററോളം പെയിന്റ് ഉള്ളതായി പറയുന്നുണ്ട് തൊഴിലാളികൾ. അതുകൊണ്ട് അതൊരു വലിയ ഭീഷണി തന്നെയാണ്. ഈ പുറമേ ഭാഗത്ത് കാണുന്ന ഈ തീ പൂർണ്ണമായും ഇപ്പോൾ അണച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ നിന്നും പുക ഉയരുന്നുണ്ട്. ഈ പുറമേ കാണുന്ന ഈ പുക അണച്ച് ഉള്ളിലേക്ക് കയറിയാൽ മാത്രമാണ് ഉള്ളിൽ എവിടെയെങ്കിലും തീ പടർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഫയർഫോഴ്സിനടക്കം ഒരു ധാരണ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ശക്തമായി വെള്ളം അടിച്ച് ആ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ തീ ഉണ്ടാകാമെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഒക്കെ ഉള്ളത്. കാരണം 3 മണിക്ക് തുടങ്ങിയ പുകയാണ്, അല്ലെങ്കിൽ 3 മണിക്ക് ഈ കപ്പൽ കത്താൻ തുടങ്ങിയതാണ്. സമയം ഇത്രയായിട്ടും 8 മണിയോട് അടുക്കാനായിട്ടും ഈ പുക ഉയരുന്നതിൽ യാതൊരു കുറവുമില്ല. പക്ഷേ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ പുകയാണ്. ചെറിയ ചെറിയ വിടവുകളിലെല്ലാം വലിയ പുക ഉയരുന്നുണ്ട്. പരിസര ഭാഗത്ത് ഒട്ടനകം വീടുകളുണ്ട്. തന്നെ അതെ, ചരക്ക് കപ്പലാണ്. അതായത് അറ്റകുറ്റപ്പണിക്കായി കയറ്റിയിട്ടിരിക്കുന്ന കപ്പലാണ്. ഇവിടെ പെയിന്റ് പണികൾ പുരോഗമിക്കുന്നുണ്ട്. പെയിന്റ് ബക്കറ്റുകളെല്ലാം തന്നെ നമുക്കിവിടെ കാണാവുന്നതാണ്. പക്ഷെ ഇതിനകത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് പെയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് വലിയൊരു ഭീഷണിയാണ്. കൂടുതൽ തീ കത്തിപ്പടരാനുള്ളൊരു സാധ്യതയും കൂടി ഇവർ കണക്കിലെടുക്കുന്നുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയധികം ഫയർഫോഴ്സിനെയും ഇവിടെ എത്തിച്ചിട്ടുള്ളത്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ ഫയർഫോഴ്സിന്റെ ദൗത്യം തുടരുക തന്നെയാണ്. കപ്പലിന്റെ പിൻഭാഗമാണിത്. അതുകൊണ്ട് തന്നെ എഞ്ചിനടക്കമുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും അതിനകത്ത് ഉള്ളിൽ എവിടെയെങ്കിലും ഒരു തീ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോഴും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അകത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. കപ്പലിനകത്തേക്ക് കടന്ന് ആ തീ പടരുന്ന ഭാഗത്ത് അകത്തേക്ക് കടന്ന് പരിശോധന നടത്താനോ അവിടെ എവിടെയെങ്കിലും തീ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. അത്രയധികം പുക പുറകിൽ നിന്ന് അല്ലെങ്കിൽ ഇതിന്റെ പിൻഭാഗത്ത് നിന്ന് തന്നെ ഉയരുന്നുണ്ട്. അതിനുശേഷം വേണം ഉള്ളിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനകളെല്ലാം നടത്താൻ എന്നുള്ളതാണ്. വലിയ തരത്തിൽ ഹൈഡ്രന്റ് ഉപയോഗിച്ച് വെള്ളം ചീറ്റിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ദിവ്യ, ശരി ഷീന, തീ അണച്ചു കഴിഞ്ഞ് ഇപ്പോൾ പുക മാത്രമേ ഉയരുന്നുള്ളൂ കപ്പലിൽ നിന്ന്? അതാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. ഇപ്പോൾ ഈ പുറംഭാഗത്തുള്ള പുകയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറംഭാഗത്ത് നിന്നാണ് ഈ പുക ഉയരുന്നതായി നമ്മൾ കാണുന്നത്. പക്ഷേ ഉള്ളിൽ തീ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം ഉള്ളിൽ എവിടെയെങ്കിലും, ഉള്ളിൽ ഈ പെയിന്റ് ബക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിൽ ഈ തീ ഉയരുന്നുണ്ടോ, അല്ലെങ്കിൽ ഉള്ളിൽ തീ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ പുറംഭാഗത്ത് തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞ് ഈ പുകയൊന്ന് അടങ്ങിയതിന് ശേഷമാണ് ഇവർക്ക് ഉള്ളിൽ കയറി പരിശോധിക്കാനും കഴിയുക. എന്നാലാണ് ഉള്ളിൽ എവിടെയെങ്കിലും തീ ഉണ്ടെങ്കിൽ അതും പൂർണ്ണമായി അണച്ചാൽ മാത്രമാണ് ഈ പൂർണ്ണമായും തീ അണച്ചു അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയാൻ സാധ്യമാവുക. ദിവ്യ, ശരി ശരി ഷീന മാർട്ടിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിശാലാക്ഷി എന്ന ചരക്ക് കപ്പലിനാണ് തീ പിടിച്ചിരിക്കുന്നത്. അവിടെ അറ്റകുറ്റപ്പണിക്കായി പോർട്ടിലേക്ക് കൊണ്ടുവന്നതായിരുന്നു. അവിടെ വെച്ചാണ് തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നു വരുന്നത്.